ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ എന്ന പൗലോസ് ശ്ലീഹായുടെ പ്രാർത്ഥന നിങ്ങളിലേവരിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നവംബർ 1 തിരുസഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ അന്നേ ദിവസം നേഴ്സുമാരായ നമുക്കും വലിയ ആനന്ദം നൽകുന്നതാണ്. എന്തെന്നാൽ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരും അവരുടെ കുടുംബങ്ങളും ഈശോയെ അറിഞ്ഞ് വിശുദ്ധരാകണമെന്നുള്ള നഴ്സസ് മിനിസ്ട്രിയുടെ ദർശനം ഈ തിരുനാളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ജോയ് മേനാച്ചേരി അച്ഛനിലൂടെ വിശുദ്ധിയുടെ വിളിയെക്കുറിച്ച് നാം ശ്രവിക്കുമ്പോൾ വിശുദ്ധി എന്ന ആ വലിയ പുണ്യം നമ്മിലും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ നേഴ്സ് സഹോദരി സഹോദരന്മാരെ, നവംബർ 1 തീയതി കത്തോലിക്ക തിരുസഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. 8-ാം നൂറ്റാണ്ട് മുതൽ സഭയിലുള്ള ഒരു തിരുനാളാണ് ഈ സകല വിശുദ്ധരുടെയും തിരുനാൾ. 2 കാര്യങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, പുണ്യവാന്മാരുടെ ഐക്യം. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ അനുദിനം ചൊല്ലുന്നതാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു. പുണ്യവാന്മാരുടെ ഐക്യം. നമ്മൾ ഓരോരുത്തരും, വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും വലിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. വലിയൊരു കുടുംബം. ആ കുടുംബത്തെ 3 തലങ്ങളിലായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ വേദപാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. മുൻപ് ഇതുപോലൊരു വേദിയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് സമരസഭ, സഹനസഭ, വിജയസഭ. വിജയസഭയിലെ അംഗങ്ങളാണ് വിശുദ്ധരായിട്ടുള്ള എല്ലാവരും. എന്ന് പറഞ്ഞാൽ നാമകരണം ചെയ്തവർ മാത്രമല്ല വിശുദ്ധർ എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ ഉൾപ്പെടുന്നത്. മറിച്ച് അതായത് ധന്യരെന്നോ വാഴ്ത്തപ്പെട്ടവരെന്നോ ദൈവദാസരെന്നോ വിശുദ്ധരെന്നോ നാമകരണം ചെയ്യാത്ത പുണ്യത്തിൽ ജീവിച്ച പുണ്യാത്മാക്കൾ അനവധിയുണ്ട് നമ്മുടെ കത്തോലിക്ക തിരുസഭയിൽ, നമ്മുടെ കാരണന്മാരടക്കം. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഗണം വിശ്വാസ സമൂഹത്തിലുണ്ട്. നമ്മളിന്ന് മൺമറഞ്ഞു പോയവർ, ദൈവത്തോടൊപ്പം നിത്യ ആനന്ദത്തിൽ കഴിയുന്നവർ, തനത് വിധിയോടുകൂടെ ദൈവാനന്ദത്തിൽ ദൈവത്തോടൊപ്പം കഴിയുന്നവർ, അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ് പുണ്യവാന്മാരുടെ ഐക്യം. അതാണ് വിജയസഭ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഹനസഭ നമുക്കറിയാം, നമ്മളിന്ന് വേർപിരിഞ്ഞു പോയി. എന്നാൽ ദൈവത്തോട് ഐക്യപ്പെടാനായിട്ട് കഴിയാതെ നിൽക്കുന്നവർ, സഹനത്തിലായിരിക്കുന്നവർ, ശുദ്ധീകരണ സഭയിലെ ആത്മാക്കളൊക്കെ ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. സഹനസഭ, സമരസഭ. നമ്മൾ ഓരോരുത്തരും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും, അതായത് ഈ ലോകത്തോടും തിന്മയോടും സദാസമയം സമരം ചെയ്ത് ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള ഈ ഒരു 3 തലങ്ങളിലുമുള്ള സഭയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുണ്യദിനമാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ നവംബർ 1 തീയതി. ഇത് മാത്രമല്ല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തത്, നമ്മുടെ ലക്ഷ്യം എന്താണ്? വിശ്വാസികളുടെ ലക്ഷ്യം എന്താണ്? അത് വിശുദ്ധിയാണ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിളി എന്ന് പറയുന്നത് സാർവത്രികമായ വിളി. ഒരു വിശ്വാസി മാമുദീസ സ്വീകരിച്ച് വിശ്വാസ സമൂഹത്തിൽ അംഗമാകുമ്പോൾ ആ വിശ്വാസിയുടെ വിളി എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്, സാർവത്രികമായ വിളിയാണത്. എല്ലാ വിശ്വാസികളും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പുണ്യദിനമാണ് നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ. അപ്പോൾ വിശുദ്ധിയിലേക്കാണ് നമ്മുടെ വിളി. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ 13 ലേഖനങ്ങളിലും വളരെ വ്യക്തമായും സ്പഷ്ടമായും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിളി, നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത് പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്നത് വിശുദ്ധരെ വിശുദ്ധരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്.
വിശ്വാസ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധരെ 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 എന്നാണ്. അവരാരും വിശുദ്ധരായിട്ടില്ല എന്ന് പറഞ്ഞാൽ നാമകരണ നടപടിയുള്ള കടന്നുപോയി വിശുദ്ധരായവരല്ല. ഈ സമരസഭയിലെ അംഗങ്ങളാണ്. പാപത്തോട് നിരന്തരമായി സമരം ചെയ്യുന്നവർ, ഈ ലോകത്തോട്, തിന്മയോട്, ദുഷ്ടാരൂപിയോട് നിരന്തരമായി സമരത്തിലായിരിക്കുന്ന ഈ വിശ്വാസ സമൂഹത്തെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്നത് വിശുദ്ധരെ 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 എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ, അത്തരം ഒരു ബോധ്യം സ്വയം അവബോധമായി എന്നിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തിരുസഭ ഈ ഒരു ദിനം നമുക്കായി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് നേഴ്സസ് സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, നേഴ്സസ് സഹോദരി സഹോദരന്മാരെ, നേഴ്സസ് മിനിസ്ട്രിയുടെ ദിവസമാണ് സകല വിശുദ്ധരുടെയും ദിവസം. ഇത് നിങ്ങളുടെ ദിവസമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സാർവത്രികമാണ് നമ്മുടെ വിളി, നമുക്കറിയാം. എല്ലാ വിശ്വാസികളും വിളിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധിയിലേക്കാണ്. പക്ഷേ നേഴ്സസ് സഹോദരി സഹോദരന്മാരെ, നേഴ്സസ് മിനിസ്ട്രിക്ക് ഒരു ദർശനമുണ്ട്. നേഴ്സസ് മിനിസ്ട്രി ഫോംഡ് ആയിക്കഴിഞ്ഞപ്പോൾ നേഴ്സസ് മിനിസ്ട്രിക്ക് ദൈവം നൽകിയ ഒരു ദർശനമുണ്ട്. ആ ദർശനം, വിഷനുണ്ട്. ആ വിഷൻ ഇതാണ്: എല്ലാ നേഴ്സസ് സഹോദരി സഹോദരന്മാരും, ലോകത്തെമ്പാടുമുള്ള സകല നേഴ്സസ് സഹോദരി സഹോദരന്മാരും ഈശോയെ അറിഞ്ഞ്, ഈശോയെ സ്നേഹിച്ച്, ഈശോയെ പങ്കുവെച്ച് വിശുദ്ധരായി തീരണമെന്നുള്ളതാണ് ഈ ദർശനമെന്ന് പറയുന്നത്, നേഴ്സസ് മിനിസ്ട്രിയുടെ ദർശനം. ഇത്തരമൊരു ദർശനം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ പ്രിയപ്പെട്ട നേഴ്സസ് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൗത്യം നമുക്ക് വ്യക്തമാവുകയാണ്. എന്താണ് ആ ദൗത്യം? ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ തുടരാൻ വേണ്ടി പ്രത്യേകമായി വിളി ലഭിച്ചവരാണ് നേഴ്സസ് സഹോദരി സഹോദരന്മാർ. നേഴ്സസ് മിനിസ്ട്രി ഈ ഒരു ദൗത്യം വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ എന്നിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ, എൻ്റെ സഹ ശുശ്രൂഷകരിലൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള നേഴ്സസ് സഹോദരി സഹോദരന്മാരിലൂടെ, ഞാൻ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ദൈവം നൽകിയിട്ടുള്ള രോഗികളിലൂടെയെല്ലാം ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ ഇങ്ങനെ എല്ലാ മുഖങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നുള്ളതാണ്, എത്തിക്കണമെന്നുള്ളതാണ് നേഴ്സസ് മിനിസ്ട്രിയുടെ ദൗത്യം. ഏത് രീതിയിലാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്? 5 രീതിയിലാണ് നിർവഹിക്കപ്പെടുക. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, വചന ജീവിതത്തിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, കൂട്ടായ്മയിലൂടെ, ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ. അപ്പോൾ നേഴ്സസ് മിനിസ്ട്രിയുടെ ദർശനവും ദൗത്യവും ഈ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വിളി എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കാണ്, വിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന നേഴ്സസ് സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നവംബർ 1 സകല വിശുദ്ധരുടെയും ദിനം. ഇത് നേഴ്സസ് മിനിസ്ട്രിയുടെ ദിവസമാണ്. ഇത് നിങ്ങളുടെ ദിവസമാണ്, നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ഊഴമാണ്. എന്തിനു വേണ്ടി? ഒരു സ്വയാവബോധത്തിലേക്ക് മടങ്ങി വരാൻ. എന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ഞാനും വിശുദ്ധനാകണം, വിശുദ്ധയാകണം എന്നുള്ളൊരു ബോധ്യം എന്നിൽ ഉറപ്പിക്കുവാനും, ഒപ്പം ഇത്തരം ബോധ്യങ്ങൾ എൻ്റെ കുടുംബത്തിലേക്കും സഹപ്രവർത്തകരിലേക്കും ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന രോഗികളിലേക്കും എത്തിക്കുവാനും, പ്രബോധനം നൽകുവാനും, പഠിപ്പിക്കുവാനും, അഭ്യസിപ്പിക്കുവാനും, മാതൃകയാകുവാനും വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വിശേഷമായ ദിവസമാണ്. ദിസ് ഈസ് യുവർ ഡേ, യുവർ ടൈം ആൻഡ് ഇറ്റ് ഈസ് യുവർ ടേൺ. നിന്റെ ഊഴമാണിത്. നിനക്ക് വേണ്ടി മാത്രം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള ഊഴം. കാരണം എന്താണ്? ഈ കാലഘട്ടത്തിൽ ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ തുടരുവാൻ ദൈവം നിന്നെ പ്രത്യേകമായി നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദർശനവും ദൗത്യവും പങ്കുവയ്ക്കുവാനും, പങ്കേൽക്കുവാനും, അത് പങ്കുവയ്ക്കുവാനുമായിട്ടുള്ള വിളിയാണ് തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കാൻ ഒരു ദിവസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേഴ്സസ് സഹോദരി സഹോദരന്മാരെ, ദിസ് ഈസ് യുവർ ഡേ, യുവർ ടൈം ആൻഡ് യുവർ ടേൺ. നിന്റെ ദിവസമാണിത്, നിന്റെ സമയമാണിത്, നിന്റെ ഊഴമാണിത്. നീ ഈ ഒരു ദൗത്യത്തിൽ പരാജയപ്പെട്ടാൽ കർത്താവിന് മറ്റു വഴികളില്ല. പ്രിയപ്പെട്ടവരെ, രോഗികളുടെ അടുക്കലേക്ക് സൗഖ്യമെത്തിക്കാൻ കർത്താവിന് മറ്റ് വഴികളില്ല. എങ്ങനെയാണ് വിശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുക? വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതിനു മുൻപും ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. 24/7 ബി വിത്ത് ജീസസ്. ഈശോയോടൊപ്പം 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും 24/7 ബി വിത്ത് ജീസസ്. ഈശോയോടൊപ്പം ആയിരിക്കുക, ഈശോയോട് കൂടെ ആയിരിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പറയാനൊക്കെ എളുപ്പമാണ്, ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ ലളിതമാണ് പ്രിയപ്പെട്ടവരെ. ക്രൈസ്തവ ജീവിതം, കത്തോലിക്ക തിരുസഭ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഈ വിശുദ്ധ ജീവിതം വളരെ ലളിതമാണ്. നമ്മൾ ചിന്തിച്ചും വിശദീകരിച്ചും ഇതിനെ നമ്മൾ വിസ്തരിച്ച് വൃത്തികേടാക്കുന്നത് പോലെയ കാര്യങ്ങൾ. ഇത് വളരെ ലളിതമാണ്, സങ്കീർണമല്ല. വിശുദ്ധ ജീവിതം വളരെ ലളിതമാണ്, ഇത് അപ്രാപ്യമല്ല. എന്താണ് ഈ ലളിതമാണെന്ന് പറയാൻ കാരണം?
ഞാൻ നിങ്ങളോട് 3 പാരമ്പര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത് ആവിലാലെ വിശുദ്ധ ത്രേസ്യയുടെ പാരമ്പര്യമാണ്. ഈ 3 പാരമ്പര്യങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചത് വിശുദ്ധയുടെ വിജയരഹസ്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ്. നിങ്ങൾ ആ പുസ്തകം വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിനകത്ത് പറയുന്ന ആവിലാൽ അമ്മ ത്രേസ്യയുടെ മഠത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിത്രമുണ്ടെന്ന് പറയുന്നു. ആ ചിത്രം ഇതാണ്. ഉണ്ണീശോ ഗോവണിപ്പടിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉണ്ണീശോ ഗോവണിപ്പടിയിൽ കാത്തിരിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ളൊരു പാരമ്പര്യം ഇതാണ്. അമ്മ ത്രേസ്യയും ഉണ്ണീശോയും ഉറ്റ ചങ്ങാതിമാരെ പോലെയായിരുന്നു, പരസ്പര സംഭാഷണം. അപ്പോൾ എവിടെ പോയാലും ഈശോയുടെ കൂടെ. അതുകൊണ്ട് ആവിലാൽ അമ്മ ത്രേസ്യ അറിയപ്പെട്ടത് തെരേസ ഓഫ് ജീസസ് എന്നാണ്, ഈശോയുടെ ത്രേസ്യ. അപ്പോൾ ആവിലാൽ അമ്മ ത്രേസ്യ ഉണ്ണീശോയുമായിട്ട് സംസാരത്തിൽ. അപ്പോഴാണ് മഠത്തിൽ മണിയടിക്കുന്നത്. നിയമങ്ങളെല്ലാം കർശനമാണ്. അങ്ങനെ മണിയടിച്ചത് ഭക്ഷണത്തിൻ്റെ സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ണീശോയോട് ഉടനെ ആവിലാൽ അമ്മ ത്രേസ്യ പറയുന്നു, ഭക്ഷണത്തിൻ്റെ സമയമായിട്ടാണ്, അപ്പോൾ എനിക്ക് നിയമം തെറ്റിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ച് മടങ്ങി വരുന്നവരെ ഉണ്ണീശോ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കണം. അപ്പോൾ അത് നല്ലൊരു ഡീലാണ്. അപ്പോൾ ഉണ്ണീശോ ഗോവണിപ്പടിയിൽ അമ്മ ത്രേസ്യയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. അമ്മ ത്രേസ്യ ഊട്ടുമുറിയിലേക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, മടങ്ങി വരുന്നു. തുടർന്ന് ഈ സല്ലാപം തുടരുന്നു എന്നാണ് ആ പാരമ്പര്യം. അതായത് സന്യാസ ജീവിതത്തിലെ നിയമങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും അത്രയും പുണ്യപൂർണ്ണതയിലേക്ക് വളർത്തുവാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്, അത്രയും നിഷ്ഠയോടുകൂടിയാണ് ഒരു കന്യകാലയത്തിലെ ജീവിതമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു പാരമ്പര്യം. ഇതിന് മറ്റൊരു പാരമ്പര്യമുണ്ട്. അതായത് ആവിലാൽ അമ്മ ത്രേസ്യയിൽ നിന്നും ഫ്രാൻസിലെ ലിസ്വിയിലേക്ക് നമ്മൾ വരുന്നു, കൊച്ചു ത്രേസ്യ പുണ്യാളത്തിൻ്റെ അടുത്തേക്ക്. കൊച്ചു ത്രേസ്യ പുണ്യാളത്തേക്കും ഇത്തരത്തിലുള്ളൊരു പാരമ്പര്യം പറയാനുണ്ട്. അതായത് ഉണ്ണീശോയായിട്ടുള്ള ഈ സംഭാഷണം തുടരുന്നു. ഉണ്ണീശോയുടെ സംഭാഷണം തുടരുമ്പോഴാണ് മഠത്തിൽ മണിയടിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉടനെ തന്നെ ആവിലാൽ അമ്മ ത്രേസ്യയുടെ പാരമ്പര്യം നമ്മുടെ മനസ്സിലുണ്ട്. ഉടനെ കൊച്ചു ത്രേസ്യ പുണ്യാളത്തി പറയുന്നതാണ്, ഉണ്ണീശോയെ ഞാൻ ഭക്ഷണത്തിന് പോകുന്നില്ല, ഞാനതൊരു പരിത്യാഗമായിട്ട് ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി ഞാൻ ഈ പരിത്യാഗ പ്രവൃത്തി കാഴ്ചവെക്കുകയാണ്. അതായത് ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്ന ഈ പരിത്യാഗം ഞാൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുന്നു. നമുക്ക് നമ്മുടെ സംഭാഷണം തുടരാം. അങ്ങനെ ഉണ്ണീശോയുമായിട്ടുള്ള സംഭാഷണം കൊച്ചു ത്രേസ്യ പുണ്യാളത്തി തുടരുന്നു. 2 പാരമ്പര്യങ്ങളാണ്. അതായത് ഒന്ന്, നിയമങ്ങൾ കർശനമായി പാലിക്കുന്നത് പുണ്യപൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ് എന്ന്, അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാരമ്പര്യം. രണ്ടാമത്തത്, സ്നേഹം എല്ലാ നിയമങ്ങളെയും അതിലംഘിക്കുന്നു, പരിത്യാഗ പ്രവർത്തികൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാരമ്പര്യം. ഈ 2 പാരമ്പര്യങ്ങളുമായി അടുത്ത് നമ്മൾ എത്തുന്നത് ലൂർദിലെ വിശുദ്ധ ബെർണദീത്തയുടെ അടുത്തേക്കാണ്. പരിശുദ്ധ അമ്മ ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ബെർണദീത്ത കന്യകാലയത്തിൽ പ്രവേശിക്കുകയാണ്. മഠാധിപ മറ്റ് സിസ്റ്റേഴ്സിന് മുമ്പിൽ വെച്ച് ബെർണദീത്തയോട് ചോദിക്കുകയാണ്, സിസ്റ്റർ, ഈ 2 പാരമ്പര്യങ്ങളെക്കുറിച്ച് സിസ്റ്റർ അറിയാലോ. ആവിലാൽ അമ്മ ത്രേസ്യയുടെ ഒരു പാരമ്പര്യം, കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ പാരമ്പര്യം. ഉണ്ണീശോ ബെർണദീത്തയുടെ അടുക്കലേക്ക് വന്ന് സംസാരത്തിലായിരിക്കുമ്പോൾ ഇത്തരമൊരു സന്ദർഭമാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ബെർണദീത്തയുടെ പ്രതികരണം? ഏത് രീതിയിൽ പ്രതികരിക്കും? അതായത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പാരമ്പര്യം എടുക്കോ, ലിസ്വിയിലെ കൊച്ചു ത്രേസ്യയുടെ പാരമ്പര്യം എടുക്കോ? ഉടനെ തന്നെ ബെർണദീത്ത പറഞ്ഞു എന്ന് പറയുന്നു, അതായത് ഞാൻ ഈ 2 പാരമ്പര്യങ്ങളും എടുക്കില്ല, ഞാൻ ഈ 2 രീതിയിലും പ്രതികരിക്കില്ല. ഉടനെ കേട്ടുനിന്ന മറ്റ് കന്യാസ്ത്രീമാർ സിസ്റ്റേഴ്സ് പറയുകയാണ്, കണ്ടില്ലേ, ധിക്കാരമാണിത്. അതായത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അഹങ്കാരമാണിത്, ഇത് ശരിയാവില്ല, ഈ 2 പാരമ്പര്യങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല, തള്ളിക്കളയാണല്ലോ. ഉടനെ തന്നെ മഠാധിപ ചോദിക്കുകയാണ്, ബെർണദീത്ത എന്ത് ചെയ്യുമായിരുന്നു? ബെർണദീത്ത ഉടനെ പറയുന്നത് ഇതാണ്, ഞാൻ നിയമത്തെ പാലിക്കാൻ വേണ്ടി ഉണ്ണീശോയെ ഒറ്റയ്ക്കിരുത്തില്ല, ഉണ്ണീശോയുടെ കൂടെ നിൽക്കാൻ വേണ്ടി നിയമത്തെ മറികടക്കില്ല, മറിച്ച് ഞാൻ ചെയ്യുന്നത് ഉണ്ണീശോയെ ഞാൻ എൻ്റെ സ്വന്തം കരങ്ങളിൽ എടുത്ത് എൻ്റെ തോളത്തിരുത്തി നേരെ ഊട്ടുമുറിയിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് ഞാനും ഉണ്ണീശോയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് സംസാരിക്കും. ഞങ്ങളുടെ സംസാരം തുടരും, ഭക്ഷണവും കഴിച്ചുകൊണ്ട് സംസാരം തുടരും. വിശുദ്ധമായ ഈ പാരമ്പര്യത്തിന് സ്വർഗത്തിൻ്റെ ഒപ്പുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ബെർണദീത്തയുടെ ഭൗതിക ശരീരം അഴുകാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് സഹോദരന്മാരെ, സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ബെർണദീത്തയുടെ പാരമ്പര്യമാണ് നമുക്കേറ്റവും യോജിച്ചത്. എന്ന് പറഞ്ഞാൽ, ടേക്ക് ജീസസ് വിത്ത് യു wherever you go. Don't leave him alone and don't go alone. അതാണ്. ഉണ്ണീശോയെ ഒറ്റയ്ക്കിരുത്തരുത്, നീ ഒറ്റയ്ക്കാകരുത്. നീ എവിടെ പോയാലും ഈശോയുടെ കൂടെ പോകുക എന്നുള്ളതാണ്. ഇതിനോട് ചേർന്ന് പറയുന്ന മറ്റൊരു പാരമ്പര്യം കൂടിയുണ്ട്. അത് ലാറ്റിൻ അമേരിക്കയിലെ പെറു എന്ന സ്ഥലത്തുള്ള ലീമായിലെ വിശുദ്ധ റോസിനെ കുറിച്ചാണ്. വിശുദ്ധ റോസ് കുഞ്ഞുനാളിൽ
എഴുതാനും പഠിക്കാനും വലിയ ആഗ്രഹമാണ്, പക്ഷേ വീട്ടുകാർ വിട്ടില്ല എന്നുള്ളതാണ്. കാരണം മൈലുകൾ സഞ്ചരിക്കണം എഴുതാനും പഠിക്കാനും ഉള്ള സ്ഥലത്ത് എത്തുവാൻ വേണ്ടിയിട്ട്, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈലുകൾ സഞ്ചരിക്കണം. അപ്പോൾ അത്രയും ഈ കൊച്ചുകുട്ടി ആയതുകൊണ്ട് അല്പം വളർന്നിട്ട് വിടാം എന്നുള്ള രീതി ആയതുകൊണ്ട് മാതാപിതാക്കൾ ലീമായെ വിട്ടില്ല എന്നുള്ളതാണ്. ലീമായിലെ വിശുദ്ധ റോസിനെ വിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ റോസ് സ്വന്തം വീട്ടിൽ കളിച്ചും ചിരിച്ചൊക്കെ നടക്കുന്നു. എന്നാലും വല്ലാത്തൊരാഗ്രഹം, ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ, വീട്ടിലുള്ള ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഉണ്ണീശോ എനിക്ക് നിന്നെ കൂടുതൽ അറിയണം, നിന്നെ കൂടുതൽ സ്നേഹിക്കണം, നിന്നോട് കൂടെ ആയിരിക്കണം. അത് പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ മുറ്റത്ത് ചേട്ടൻ ഫെർഡിനാൻഡിനെ കാണുന്നില്ല, കളിക്കൂട്ടുകാരനെ കാണുന്നില്ല. ചേട്ടനാണ്, സ്വന്തം ചേട്ടനാണ്. കാണുന്നില്ല, അന്വേഷണം നടക്കുന്നു, കാണുന്നില്ല. അവസാനം ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരനായ ഒരു ബാലൻ, ഒരു കൊച്ചുകുട്ടി, ആൺകുട്ടി റോസിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാൻ, എന്തുകൊണ്ടാണ് കരയണേ? ഉടനെ റോസ് പറയണേ, എനിക്ക് കളിക്കാൻ ആളില്ല, എൻ്റെ ചേട്ടൻ ഫ്രെഡി കാണാനില്ല, എവിടെ പോയി? അവൻ മറ്റുള്ളവരോട് കളിക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൺകുട്ടി പറഞ്ഞു, എന്നാൽ നമുക്ക് കളിച്ചാലോ? അങ്ങനെ റോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്ലുകളിയിൽ ഏർപ്പെടുകയാണ്. ഓരോ കളിയിലും റോസ് വിജയിച്ചുകൊണ്ടിരിക്കുക, റോസിനെ വിജയിപ്പിക്കുന്ന പോലെയാണ്. റോസ് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഈ ആൺകുട്ടി റോസിനോട് ചോദിക്കുന്നു, കുട്ടിയുടെ പേരെന്താണ്? ഉടനെ റോസ് പറയാണ്, ഞാൻ ഉണ്ണീശോയുടെ റോസ് ആണ്. ഉടനെ തന്നെ ഈ റോസ് ഈ സുന്ദരനായ കുട്ടിയോട് ചോദിക്കുന്നു, ആൺകുട്ടിയോട് ചോദിക്കുന്നു, നിൻ്റെ പേരെന്താണ്? ഉടനെ ഈ കുട്ടി പറയുകയാണ്, ഞാൻ റോസയുടെ ഉണ്ണീശോ. ഉടനെ തന്നെ റോസ് ചോദിക്കുകയാണ്, നീയാണോ അപ്പോൾ ആ രൂപക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോ? ഉടനെ ഈ സുന്ദരനായ ബാലൻ പറയാണ്, ഞാൻ തന്നെയാണ്. ഉടനെ റോസ് പറയുന്നു, എന്നാൽ എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കൂ. ഉണ്ണീശോ റോസിനെ വായന പഠിപ്പിച്ചു എന്നുള്ളതാണ്. സിയനയിലെ വിശുദ്ധ കാതറിൻ്റെ പുസ്തകമാണ് റോസ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. ഉണ്ണീശോയും റോസയും ഒരുമിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വായിച്ച് റോസ് വായിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, റോസ് പറയുന്നു, ഞാൻ ഉണ്ണീശോയെ പിന്നെ വിട്ടിട്ടില്ല. എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ ഇന്നും നടക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നടക്കുമ്പോൾ ക്രിസ്തു നിന്നിലൂടെ നടക്കും. നിനക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. എന്താണ് അവബോധം? ഐ വിൽ നെവർ ലീവ് യു അലോൺ ആൻഡ് ഐ വിൽ നോട്ട് ബി അലോൺ. ഞാൻ ഒറ്റയ്ക്കാവില്ല, ഞാൻ എൻ്റെ ഈശോയെ ഒറ്റയ്ക്ക് ഇരുത്തില്ല. സദാസമയം ദൈവവിചാരത്തിൽ ജീവിക്കാനുള്ള വിളിയാണ് പ്രിയപ്പെട്ടവർ ഇത്. നീ നിൻ്റെ കുടുംബത്തിലായിരിക്കുമ്പോൾ, നിൻ്റെ ശുശ്രൂഷയിലേക്ക് പോകുമ്പോൾ, നീ സഞ്ചാരവിധിയിലായിരിക്കുമ്പോൾ, നീ എവിടെ പോയാലും നീ നിൻ്റെ ഓർമ്മയിലുണ്ടായിരിക്കണം, ഐ ആം വിത്ത് മൈ ജീസസ്. ഞാൻ എൻ്റെ ഈശോയുടെ കൂടെയാണ്. നീ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ, രോഗിയെ പരിപാലിക്കാൻ പോകുമ്പോൾ, നീ ആ രോഗിക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ ഒക്കെ നിൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ടത് ഇതാണ്, ഐ ആം ഡൂയിങ് മൈ ലോഡ്സ് വർക്ക്. ഞാനൊരു ഈശോയുടെ ജോലി ചെയ്യുകയാണ്, ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ തുടരുകയാണ്. ഇത്തരത്തിൽ ഈശോയോടുകൂടെ, ഈശോയോടൊപ്പം എല്ലാ സമയവും 24/7. പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ളൊരു ജീവിതത്തെ വിളിക്കുന്ന പേരാണ് കൃപയിലുള്ള ജീവിതം. എങ്ങനെയാണ് കൃപയിൽ ജീവിക്കുക? എങ്ങനെ കൃപയിൽ ജീവിക്കുന്നെന്ന് അറിയാൻ പറ്റും. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. കൃപയിലുള്ള ജീവിതം, എങ്ങനെ കൃപയിലുള്ള ജീവിതം ജീവിക്കാം? ജീവിതം കൃപയിലാണോ എന്നെങ്ങനെ അറിയാം? എന്താണ് കൃപയെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇങ്ങനെയാണ്, ദൈവസ്നേഹത്തിൻ്റെയും ദൈവശക്തിയുടെയും ആവിഷ്കാരമാണ് കൃപ എന്ന് പറഞ്ഞാൽ അർത്ഥം. ദൈവസ്നേഹത്തിൻ്റെയും, ഞാൻ വീണ്ടും പറയുന്നു, ദൈവസ്നേഹത്തിൻ്റെയും ദൈവശക്തിയുടെയും ആവിഷ്കാരമാണ്, ആവിഷ്കരിക്കാനുള്ള കഴിവിനെയാണ് കൃപ എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, 4 തലങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നു. ഒന്നാമത്തെ തലം ഇതാണ്, നിൻ്റെ സ്വാഭാവികമായ ജീവിതക്രമങ്ങൾ, സ്വാഭാവികമായ നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, സ്വാഭാവികമായ നിൻ്റെ കടമകൾ ദൈവസ്നേഹത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ദൈവകൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അസ്വാഭാവികമായിട്ടൊന്നുമല്ല ഇത്. സ്വാഭാവികമായ നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, നീ ഒരു കുടുംബിനിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബനാഥനായിരിക്കാം, കുടുംബനാഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മകളോ മകനോ ആയിരിക്കാം. സ്വാഭാവികമായ നിൻ്റെ കടമകൾ എന്തൊക്കെയാണ്? നീ രാവിലെ എഴുന്നേൽക്കുന്നു, നിനക്ക് ഓൺ കോൾ ഡ്യൂട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ് ഡേ ആയിരിക്കാം, എന്തുവാകട്ടെ. നിൻ്റെ കുടുംബത്തിൽ നിനക്ക് ജോലികളുണ്ട്, നീ ഒരു പക്ഷേ തുണിയലക്കായിരിക്കാം, ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ, എന്തുവാകട്ടെ. നിന്നെ ഒരു പക്ഷേ ഭക്ഷണം പാകം ചെയ്യാതിരിക്കാം, വൃത്തിഹീനമായി കിടക്കുന്ന വൃത്തിയാക്കുമായിരിക്കും. നീ ഒരു കുടുംബത്തിൽ ചെയ്യുന്ന വളരെ സ്വാഭാവികമായ ജോലികൾ. എന്ത് ജോലി ചെയ്താലും നിൻ്റെ കടമകൾ നീ നിർവഹിക്കുകയാണെങ്കിൽ, മക്കളുടെ കടമകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവിനുള്ള കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിലുള്ള കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, നിൻ്റെ ശുശ്രൂഷ മേഖല കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം എന്ത് തന്നെ ചെയ്താലും സ്വാഭാവികമായ കാര്യങ്ങളാണ്. അനുദിനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള അനുദിന സ്വാഭാവികമായ കടമകളും ഉത്തരവാദിത്തങ്ങളും നീ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ദൈവാത്മാക്കളുടെ മോചനത്തിന് വേണ്ടിയും സമർപ്പിക്കുമ്പോൾ, ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അസ്വാഭാവികമായ ഫലങ്ങൾ ഈ സ്വാഭാവികമായ പ്രവൃത്തിയിലൂടെ ദൈവം കാണിക്കും. അതാണ് കൃപയെന്ന് പറഞ്ഞാൽ.
ദൈവസ്നേഹത്തിൻ്റെയും ദൈവശക്തിയുടെയും ആവിഷ്കാരം. ദൈവസ്നേഹത്തിൽ നീ നിൻ്റെ സ്വാഭാവികമായ കാര്യങ്ങൾ, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ദൈവശക്തി ഈ സ്വാഭാവികമായ കാര്യങ്ങളിലൂടെ ദൈവം പ്രകടിപ്പിക്കും. അതാണ് ഫലമായി കാണുന്നത്. അത്തരത്തിലുള്ള ഫലങ്ങളുളവാകാൻ നീ ചെയ്യേണ്ടത് ഒന്നാമത്തെ തലം ഇതാണ്: എന്ത് ചെയ്താലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക. ഏറ്റവും നല്ല ഉദാഹരണം കൊച്ചുറേസി പുണ്യാളത്തിൽ തന്നെയാണ്. കിടക്കയിൽ കിടക്കുമ്പോഴും ഒരു ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോഴും പക്ഷേ ഒരു ചവറോ എന്തെങ്കിലും എടുത്ത് അടിച്ചു വാരി മാറ്റി നിർത്തുമ്പോഴും ഒക്കെ പുണ്യാളത്തിൽ പറയുന്ന കാര്യമുണ്ട്. ദൈവസ്നേഹത്തെ പ്രതിയാണ് എന്ത് ചെയ്യുന്നതും. ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും ജോലി ചെയ്യുന്നതും വിശ്രമിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും എന്ത് ചെയ്താലും അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്നു, ദൈവസ്നേഹത്താൽ ചെയ്യുന്നു, നിയോഗങ്ങൾ സമർപ്പിച്ച് ചെയ്യുന്നു. പ്രിയപ്പെട്ട എന്നെ ശ്രമിക്കുന്ന നേഴ്സ് സഹോദരന്മാരെ, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളൊന്ന് പരിശീലിക്കണം. നിങ്ങളിത് ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇത് സഭയുടെ പാരമ്പര്യമാണ്. ഇങ്ങനെയാണ് വിശുദ്ധരായിട്ട് മാറിയത്. പാപികൾ വിശുദ്ധരായിട്ട് മാറിയത്, വിശുദ്ധർ ഈശോയുടെ വിപ്ലവകാരികളായിട്ട് മാറിയത്. സ്വാഭാവികമായ കാര്യങ്ങൾ അസ്വാഭാവികമായ നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ നീ ചെയ്യുക. ദൈവം തൻ്റെ ശക്തി നിന്റെ സ്വാഭാവികമായ പെരുമാറ്റത്തിലൂടെ പ്രകടമാക്കും. അതാണ് ഒന്നാമത്തെ തലം. എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് എനിക്കിത് വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളിത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ തലം. രണ്ടാമത്തെ തലം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ തലം ഇതാണ്: ദൈവകൃപയിൽ ജീവിക്കുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തലം ഇതാണ്: ഞാൻ എടുക്കുന്ന സഹനങ്ങൾ. അനുദിന ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ? നിന്റെ ശുശ്രൂഷയിൽ സഹനങ്ങളില്ലേ? നിന്റെ കുടുംബത്തിൽ സഹനങ്ങളില്ലേ? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹനങ്ങളില്ലേ? അനുദിന സഹനങ്ങളും അനുദിന സുഹൃതങ്ങളും. സഹനങ്ങളും സുഹൃതങ്ങളും നീ ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്യുന്നു. അതോടൊപ്പം വീണ്ടും നിയോഗങ്ങൾ സമർപ്പിച്ച് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായ പെരുമാറ്റ രീതികൾ മാത്രമല്ല, മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹനങ്ങളും സുഹൃതങ്ങളും. ഇനി എന്തൊക്കെയാണ് ഈ സഹനങ്ങളും സുഹൃതങ്ങളും? നീ ഒരു നേരം എടുക്കാൻ ശ്രദ്ധിക്കുന്നു, ഒരു നേരം എടുക്കുന്നു, സഹനങ്ങളാണ്. സുഹൃതങ്ങൾ, നീ ഒരു പക്ഷേ പരോപകാര പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. നീ ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കുന്നു, വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്നു. എന്തുമാകട്ടെ, നിന്റെ പ്രാർത്ഥനാ രീതികൾ സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നീ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിന്റെ സഹനങ്ങൾ, അത് നീ എടുക്കുന്ന ഒരു ഭക്താഭ്യാസങ്ങൾ, സഹനങ്ങളിലൂടെ എടുക്കുന്ന ഭക്താഭ്യാസങ്ങൾ, ഇതെല്ലാം സഹനങ്ങളും സുഹൃതങ്ങളും പ്രിയപ്പെട്ടവരെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യണം. അല്ലാണ്ട് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. പ്ലീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ആത്മീയ അഹങ്കാരം വരാനുള്ള വഴികളാണിതെല്ലാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അല്ല, പിന്നെയോ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യണം, ദൈവസ്നേഹത്തെ പ്രതി ചെയ്യണം, സഹനങ്ങൾ ഏറ്റെടുക്കണം. എന്നിട്ടോ ഇതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിച്ച് കാഴ്ചവെക്കണം. ഏറ്റവും നല്ല ഉദാഹരണം തൃശ്ശൂരിലെ ഒല്ലൂരിലെ വിശുദ്ധ ദേവപ്രാസ്യമ്മ പാതിരാവിലെ എഴുന്നേറ്റ് കൊന്തയല്ലി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടിയാ? സഹനമാണ്. പാതിരാവിലെ എഴുന്നേൽക്കാണ്. വയോധികയായ അമ്മ പാതിരാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയിട്ടാണ്. മഠാധിപ ചോദിക്കുന്നുണ്ട്, ഇന്നലെ പാതിരാവിലെ ഇവിടെ എന്തോ സംസാരം പോലൊക്കെ കേട്ടല്ലോ. ദേവപ്രാസ്യമ്മ പറയുന്നത് ഇതാണ്: ആത്മാക്കൾ വന്ന് പറയുകയായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. നമുക്കൊക്കെ ഇത് കെട്ടുകഥയാ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഇത് കെട്ടുകളെ ഇല്ലാതാക്കുന്ന കഥകളാണ്, വെറും കഥകളല്ല, ജീവിതത്തിൻ്റെ അംശങ്ങളുള്ള കഥകളാണ്. ജീവിതം തന്നെയാണിത്. ഇത് നമ്മൾ സ്വന്തം ജീവിതമായിട്ട് സ്വാംശീകരിക്കേണ്ടേ? ഇതല്ല വിശുദ്ധരെ നമ്മെ വെല്ലുവിളിക്കുന്നത്. രണ്ടാമത്തെ തലം അതാണ്. മൂന്നാമത്തെ തലം പ്രിയപ്പെട്ടവരെ, അനുദിന കുദാശകളുടെ സ്വീകരണം, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ, അനുദിന കുദാശകളുടെ സ്വീകരണത്തിലൂടെ നമ്മൾ ദൈവവര പ്രസാദത്തിൽ ജീവിക്കുക. കൃപയുടെ ജീവിതമാണത്. ഏറ്റവും വലിയ വരപ്രസാദം കിട്ടുന്ന മാർഗമേതാണ് പ്രിയപ്പെട്ടവരെ? അത് വിശുദ്ധ ബലിയല്ലേ? ഈശോ തന്നെ നമുക്കായി നൽകുകയല്ലേ? ഏറ്റവും വലിയ വരപ്രസാദം അതല്ലേ? ഏറ്റവും വലിയ കൃപ അതല്ലേ? അൾത്താരയിൽ നടക്കുന്ന കൃപ, അതിന് വില നിശ്ചയിക്കാൻ പറ്റുമോ? വിശുദ്ധ ജോൺ മേരി വിയാനിയാണത് പറയുന്നത്. അദ്ദേഹം പറയുന്നതാണ്: ലോകത്തുള്ള എല്ലാ നന്മപ്രവർത്തകളും ഒരുമിച്ച് കൂട്ടി വെച്ചാലും ഒരു വിശുദ്ധ ബലിയോട് തുലനം ചെയ്യാനാവില്ല, ഒരു വിശുദ്ധ ബലിയുടെ വിലയ്ക്ക് തുലനം ചെയ്യാനാവില്ല എന്നാണ്. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, മറ്റതെല്ലാം മനുഷ്യരുടെ പ്രയത്നങ്ങളാണ്. നന്മപ്രവർത്തികളാണെങ്കിൽ പോലും മനുഷ്യർ ചെയ്യുന്നതാ. എന്നാൽ ഇതോ, അൾത്താരയിലെ വിശുദ്ധ ബലി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മക്കളെ. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന നേഴ്സ് സഹോദരന്മാർ, ഈ മൂന്നാമത്തെ തലം നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവമായിട്ട് മാറണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തലങ്ങൾ അനുഭവമായിട്ട് മാറണം. അതായത് ഞാൻ അനുദിന വിശുദ്ധ ബലി മുടക്കില്ല എന്ന് തീരുമാനിക്കണം. അതാണ് വിശുദ്ധിയിലേക്ക് വളരാനുള്ള വഴികൾ.
ഞാൻ കുമ്പസാരം മുടക്കില്ല എന്ന് തീരുമാനിക്കണം. മാത്രമല്ല, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന രോഗികൾ, അവർക്ക് ആവശ്യമുള്ള അനുദിന കൗതാശികമായ കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ അവസരമൊരുക്കണം. കുമ്പസാരിക്കേണ്ടവർക്ക് കുമ്പസാരമൊരുക്കണം, രോഗിലേപനം നടത്തുന്നവർക്ക് അത് ഒരുക്കണം, കുർബാന കൊടുക്കേണ്ടവർ അത് ഒരുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ കൃപകളിൽ നിങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. 3 തലങ്ങൾ, ഈ 3 തലങ്ങളും പിന്നിട്ടാലാണ് 4ാമത്തെ തലം വരുന്നത്. അസ്വാഭാവികമായ പ്രവർത്തനങ്ങളുടെ തലമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധരെല്ലാവരും തന്നെ അസ്വാഭാവികമായ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ അന്തോണീസും പാതുവായിൽ അന്തോണീസും എല്ലാ വിശുദ്ധരും അസ്വാഭാവികമായ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ സാധാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രവർത്തിച്ചതെങ്കിലും ദൈവം അസ്വാഭാവികമായ അത്ഭുതങ്ങൾ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പ്രവർത്തികൾ ഇത്തരം വിശുദ്ധാത്മാക്കളിലൂടെ പ്രകടമായി ചെയ്യുന്നതാണ് 4ാമത്തെ തലം. നമുക്ക് 4ാമത്തെ തലം വരണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗി പെട്ടെന്ന് എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞാൽ രോഗിയെ സൗഖ്യപ്പെടണം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 3 തലങ്ങളും കടന്നാലേ 4ാമത്തെ തലം ദൈവം നമ്മളോട് ചെയ്യുള്ളൂ. ഉറപ്പാണ്, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് സാധ്യമാണ്. നമ്മൾ ലളിതമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ലളിതമായ ജീവിതം തന്നെയാണ് കൃപയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഈശോയോടൊത്ത് ഈശോയോട് കൂടെ. എനിക്ക് വീണ്ടും നേഴ്സ് സഹോദരിമാരോട് അവസാനമായിട്ട് പറയാനുള്ള ഇതാണ്: ദിസ് ഈസ് യുവർ ഡേ, ദിസ് ഈസ് യുവർ ടൈം, ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ, and it is your decision. Decide what it may be. If you decide, it will be your turn to change the world and change your life and change your family. Your turn and your time. No time will wait for anyone. Time will never come again. So this is your time and this is your day. നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ, നേഴ്സസ് മിനിസ്ട്രിയുടെ ദിനമാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു, നേരുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി. 2019 ഒക്ടോബർ 13 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ മറിയം ത്രേസ്യ തൻ്റെ മുൻപിൽ കുരിശു ചുമന്നുകൊണ്ട് വേദനിച്ച് നിൽക്കുന്ന ഈശോയെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു: നാഥ, അങ്ങ് ചുമക്കുന്ന ഈ കുരിശ് ഇങ്ങോട്ട് തരൂ, ഈ ത്രേസ്യ ചുമന്നുകൊള്ളാം. ഇപ്രകാരം ഈശോയുടെ കുരിശിനോട് ചേർന്ന് മറിയം ത്രേസ്യ വിശുദ്ധയായി മാറി. ജോലി തിരക്കുകളും കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകളും ഒരു കുരിശായി മാറിയെന്ന് തോന്നുമ്പോൾ ഈശോയിൽ നിന്ന് കൃപ സ്വീകരിച്ച് നമുക്കും വിശുദ്ധിക്കായി പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞിൻ്റെ ജനനവും വൃദ്ധൻ്റെ മരണവും നമ്മുടെ കൈകളിലൂടെ ഈശോ കടത്തിവിടുമ്പോൾ നിശബ്ദമായ പ്രാർത്ഥനകളിലൂടെ ആ ആത്മാക്കളെ നേടി നമുക്കും വിശുദ്ധരായി മാറാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.